പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തുന്നുവെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെയാണ് കാത്തിരുന്നത്, മാധ്യമ ലോകം, അതുപോലെ തന്നെ പൊതുസമൂഹം. കാരണം അദ്ദേഹം നേരത്തെ നടത്തിയ വോട്ട് ജോലി സംബന്ധിച്ച പത്രസമ്മേളനം, അദ്ദേഹം കൊണ്ടുവന്ന പുതിയ വിവരങ്ങൾ, നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതെല്ലാം വലിയ ചരിത്രം സൃഷ്ടിച്ചതാണ്. അതിന്റെ പേരിൽ ബീഹാറിലെ വോട്ടധികാർ യാത്ര, അതുപോലെയുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നു. മറ്റു ചില സ്ഥലങ്ങളിലും അതുപോലെ ഈ വോട്ട് ചോരിയെ കുറിച്ചുള്ള വളരെ വിപുലവും വിശദവുമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വോട്ട് ചോരിയെ കുറിച്ച് തന്നെയായിരിക്കും ഈ മാധ്യമ സമ്മേളനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം എന്നറിയാമായിരുന്നു. അത് എന്തിനെ കുറിച്ചാണെന്നുള്ളതായിരുന്നു ജിജ്ഞാസയ്ക്ക് ഒരു കാരണം. ചിലർ പറഞ്ഞു പ്രധാനമന്ത്രി ജയിച്ച വാരണാസിയിലെ വോട്ടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. മറ്റു ചിലര് കരുതിയത് മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങളായിരിക്കും. ഈ ജിജ്ഞാസ അല്ലെങ്കിൽ ഉദ്വേഗം അങ്ങനെ വളരാൻ കാരണം നേരത്തെ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ വോട്ടധികാർ യാത്രയുടെ സമാപന യോഗത്തില് ഇതുവരെ വന്നതൊക്കെ അണുബോംബായിരുന്നുവെങ്കിൽ ഇനി ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടാവണം. അദ്ദേഹം തുടക്കത്തിലെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ്, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇത് മറ്റൊന്നാണ്. പക്ഷെ അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒന്നിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് രാജ്യം മനസ്സിലാക്കുകയാണ്. വോട്ട് കൊള്ളയെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ പറയാറുണ്ട്. അത് പുറത്തു നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിലെന്തെങ്കിലും കൃത്രിമങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, അങ്ങനെയാണ് ഗവൺമെന്റും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സംവിധാനം തുടർന്നു പോവുകയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞത് പുറത്തിരുന്നു കൊണ്ട് ഒരു വ്യാജ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലോഗിൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ, നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ പറ്റും. അവരുടെ വോട്ടവകാശം തന്നെ റദ്ദാക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അപകടകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറ എന്ന് പറയുന്നത് വോട്ടർ പട്ടിക. അത് സുതാര്യമായിരിക്കണം എന്നുള്ളതാണ്. അത് സുതാര്യമല്ല എന്നാണ് നേരത്തെ നടന്ന പത്രസമ്മേളനത്തിൽ കർണാടകയിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി രാഹുൽ ഗാന്ധി വാദിച്ചത്. അതായത് കണക്കിലില്ലാത്ത ധാരാളം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഒരേ മേൽവിലാസത്തിൽ 100, 200, 500 പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം വ്യാജ വോട്ടാണ്. പലർക്കും പലയിടത്ത് ഒന്നിലേറെ വോട്ടുകൾ ഉണ്ട്. ഇതാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ അതിഗുരുതരമായ, ജനാധിപത്യത്തെ സ്നേഹിക്കുകയും ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിഭയാനകമായ ഒരു ചിത്രമാണ് അദ്ദേഹം ഇന്ന് വരച്ചു കാട്ടിയത്. പറഞ്ഞല്ലോ, പുറത്തുനിന്ന് ഒരു കോൾ സെന്റർ പോലുള്ള സംവിധാനം ഉപയോഗിച്ച് വ്യാജ ലോഗിൻ ഉണ്ടാക്കി നമ്മുടെ വോട്ടർ പട്ടികയിലെ പേരുകൾ റദ്ദാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് വെട്ടിമാറ്റാൻ സാധിക്കും. അതിന്റെ തെളിവുകൾ, സംസാരിക്കുന്ന തെളിവുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇത് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കർണാടകയിലെ ആലന്ദ് എന്ന് പറയുന്ന മണ്ഡലത്തില് വെട്ടിമാറ്റിയിരിക്കുന്ന 6018 വോട്ടുകളാ. റദ്ദാക്കപ്പെട്ട വോട്ടുകളൊക്കെ കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടകളായ ബൂത്തുകളിൽ നിന്നാണ്. ഒറ്റ മണ്ഡലത്തിൽ നിന്ന് 6018. ഇതൊക്കെ കണ്ടെടുത്ത കാര്യങ്ങൾ മാത്രമാണ്. പറഞ്ഞല്ലോ, നേരത്തെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ നടന്ന വലിയ തട്ടിപ്പ്, ഇത് ഈ സൈബർ കുറ്റമാണ് നടന്നിരിക്കുന്നത്. സൈബർ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ വോട്ടർ പട്ടികയിലെ അട്ടിമറി അത് നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ലഭ്യമായിരിക്കുന്ന കടലാസ് വോട്ടർ പട്ടിക അനുസരിച്ച് അത് പിൻപറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ആനന്ദില് 6018 വോട്ടുകൾ. അതിൽ തന്നെ സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരു വോട്ടർ, അദ്ദേഹത്തിന് അറിയാവുന്ന മറ്റ് 12 വോട്ടുകൾ അത് വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ അപ്പൊ ഈ റദ്ദാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ വേണ്ടി നൽകുന്ന ഈ വ്യാജ അപേക്ഷകൾ, ഈ 12 പേരുടെ അപേക്ഷകളും ഒറ്റ സീരിയൽ നമ്പരാ 1. നമ്മൾ നേരത്തെ അദ്ദേഹം ചില തട്ടിപ്പുകൾ പറഞ്ഞല്ലോ. ചില വ്യാജ വോട്ടർമാരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പേര് ഇംഗ്ലീഷ് അക്ഷരങ്ങളാ.
അല്ലെങ്കിൽ അവരുടെ വസതിയുടെ അഡ്രസ്സ് വെറും 0 എന്ന് പറഞ്ഞതുപോലെ ഈ ഉദാഹരണമായി കാണിച്ച 12 പേരുടെ വോട്ടുകൾ മാറ്റാൻ വേണ്ടി നൽകിയ വ്യാജ അപേക്ഷയിലെ സീരിയൽ നമ്പർ 1 ആണ്. ഇത് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. സൂര്യകാന്ത് അടക്കമുള്ള 12 പേരെ രാഹുൽ ഗാന്ധി എന്ന് പത്രപ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവരിൽ 2 പേര് സംസാരിച്ചു. അവരാരും അറിയാതെയാണ് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വെട്ടിമാറ്റിയതെന്ന് അവര് ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. ഈ 12 പേരെ മാറ്റിയത് 14 മിനിറ്റ് സമയം കൊണ്ടാണ്. അതിൽ ഒരപേക്ഷ വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് അയച്ചിരിക്കുന്നത്. ഇത് പുറത്തേതോ ഒരു വ്യാജ കേന്ദ്രത്തിൽ നിന്ന്. ഇതൊരു കേന്ദ്രീകൃത കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ വോട്ടർ പട്ടികയ്ക്ക് ഇത്രയ്ക്ക് സംരക്ഷണമേ ഉള്ളൂ, സുരക്ഷയേ ഉള്ളൂ എന്ന് ഇത് വ്യക്തമാക്കിയിരിക്കുക. ഇങ്ങനെ പുറത്തു നിന്നുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് അല്ലെങ്കിൽ അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നിഷ്പ്രയാസം ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റാൻ പറ്റുന്നതാണ് നമ്മുടെ വോട്ടർ പട്ടികയുടെ സംവിധാനമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങളെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷന് അവിടെ നിൽക്കുന്നത്, അവിടെ ഇരിക്കുന്നത്? അവർക്ക് എന്ത് ജോലിയാണുള്ളത്? പറഞ്ഞില്ലേ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഈ വോട്ടർ പട്ടികയ്ക്ക് പോലും ഒരു സുതാര്യതയുമില്ല. ആർക്കും അതിന്മേൽ കയറി കളിക്കാം, അതിൽ കൃത്രിമങ്ങൾ നടത്താം പുറത്തുനിന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ തെരഞ്ഞെടുപ്പിനൊക്കെ എന്ത് സാങ്ക്ടിറ്റിയാ ഉള്ളത്, എന്ത് പാവനത്വമുള്ളത്? അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനത്തില് ഇന്ത്യയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര രജൂര എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ വൻതോതിലുള്ള വോട്ടർമാരെ വെട്ടിമാറ്റല് നടന്നിട്ടുണ്ട്. UP-യിലും ഹരിയാനയിലും നടന്നിട്ടുണ്ട്. ഡിജിറ്റൽ വോട്ടർ പട്ടിക കിട്ടുകയാണെങ്കിൽ ഇതിന്റെ വ്യാപ്തി, ഇതിന്റെ വോളിയം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 18 മാസമായിട്ട് കർണാടക CID അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ 18 മാസത്തിനുള്ളിൽ അവര് ഇലക്ഷൻ കമ്മീഷന് 18 കത്തുകൾ അയച്ചു. ആദ്യം ഒരു കത്തയച്ചു, പിന്നെ റിമൈൻഡറുകൾ അയച്ചു, വിശദാംശങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല, നിശബ്ദത പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ തുടക്കത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഈ വോട്ടുകൾ റദ്ദു ചെയ്യുന്നവരാണ്, റദ്ദു ചെയ്യപ്പെടുന്നവരാണ്, അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അറിയാം. ഇത്തരം പ്രവൃത്തിയെടുക്കുന്നവരെ ഇലക്ഷൻ കമ്മീഷൻ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ഭയാനകമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ പാവനമായിട്ട് കരുതുന്ന ഈ വോട്ടർ പട്ടിക ഇപ്പോ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വോട്ടർ പട്ടിക പുതുക്കുക വലിയ പണച്ചെലവുള്ള കാര്യമാണ്. വളരെ ലബേറിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണത്. ഇതാണ് ഇവിടെ പുറത്തു നിന്നുകൊണ്ട് ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ പുറത്തുള്ള ഒരു കോൾ സെന്ററിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചില കുറ്റവാളികള്, അത് പലരുടെയും അറിവോടെ ആവണം, അല്ലാതെ അവര് മാത്രം ചെയ്യുന്നതല്ല, അവരുടെ പിന്നിൽ പിന്തുണയുമായി വലിയ ശക്തികൾ ഉണ്ടാവണം, രാഷ്ട്രീയ ശക്തികൾ ഉണ്ടാവണം. അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു ചിത്രം. രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഈ വിഷയത്തില് തുടർച്ചയായി എടുക്കുന്ന ഒരു താല്പര്യമാണ് ഇതൊക്കെ ഇപ്പോ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പറഞ്ഞല്ലോ, നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ തോണ്ടുന്ന ഒരു കുറ്റകൃത്യം, അതിന്റെ തെളിവുകളാണ് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇതല്ല അദ്ദേഹം ഉദ്ദേശിച്ച ഹൈഡ്രജൻ ബോംബ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇത്ര ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തെയാണ് കാട്ടുന്നതെങ്കിലേ അദ്ദേഹം ഇനി കൊണ്ടുവരാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് എത്രത്തോളം അപകടകാരിയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.